everyone, welcome back to my channel Learning Waves. നമ്മൾ CBSE 10th എക്സസൈസ് 1.1 ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. സോ നമുക്ക് എന്തായാലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് LCM ആൻഡ് HCF ആൻഡ് വെരിഫൈ LCM ഇൻറ്റു HCF ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു B. ഫസ്റ്റ് നമ്മൾ LCM HCFും കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ വെരിഫൈ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ അത് വെരിഫൈ ചെയ്യണം. 1 സെക്കൻഡ്. സോ നമ്മൾ LCM HCF ദാറ്റ് ഈസ് ഈക്വൽ ടു A ഇൻറ്റു B. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ അത് നമ്മൾ വെരിഫൈ ചെയ്യണം. കറക്റ്റ് ആണോ, ഇത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ വെരിഫൈ ചെയ്യണം. സോ ആദ്യം നമുക്ക് LCM HCF കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് LCM എന്താണ് HCF എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞതായിരുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. എന്തായാലും ഈ ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. മെയിനായിട്ട് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ LCM ആൻഡ് HCF ആണ് നമ്മൾ പഠിക്കേണ്ടത്. സോ കൂടുതലും അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇതിൽ നമ്മൾ ആദ്യം ഇനി സ്റ്റാർട്ട് ചെയ്യാം. LCM ആൻഡ് HCF കാണാം. സോ ആദ്യം ഇത് LCM HCF കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കണം. സോ 26 ഫാക്ടർ ഓഫ് 26 ഫസ്റ്റ് ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ ആദ്യം 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് പറയുമ്പോൾ 30. സോ ഓൺലി 30 എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ ആണ്. സോ നമുക്ക് 1 ടൈം. സോ 26ൻ്റെ പ്രൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 26 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 13. ഇത്രയേ ഉള്ളൂ 26ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അതേപോലെ നമ്മൾ എന്തിനു ചെയ്യണം? 91 ആണ്. സോ ഫസ്റ്റിന് നമുക്ക് എന്താ 2ൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഈവൻ നമ്പർ അല്ലാത്തത് കൊണ്ട് 2ൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? 7ൽ ചെയ്യാൻ പോവാണ്. അതായത് 2ൽ ചെയ്ത് നോക്കും, 2ൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 3 നമ്മൾ ചെക്ക് ചെയ്യും, 3ൽ എന്തായാലും കിട്ടില്ല, കാരണം 30 ഇൻറ്റു 3 90 ആണ്. സോ എന്തായാലും 91 നമുക്ക് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരില്ല, ഡിവൈഡായി പോകത്തില്ല. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ 5 ആണ്. 5ൽ നോക്കണ്ട, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 വന്നാൽ മാത്രം 5ൽ നോക്കിയാൽ മതി. അപ്പോൾ അടുത്തത് ഏതാ? 7. സോ അതുകൊണ്ടാണ് നമ്മൾ 7 എടുക്കുന്നത്. ഡയറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് 7 എടുത്തതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടേം 7 ആണ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്ത് തന്നെ നോക്കണം. അത് ചെക്ക് ചെയ്ത് വരുമ്പോഴേ നിങ്ങളത് പിന്നെ പഠിക്കത്തുള്ളൂ. സോ 91/7. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 കിട്ടും. 13 എന്ന് പറയുമ്പോൾ ഒബിയസ്ലി നമുക്കറിയാം 1 ടൈം. സോ 91ൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താ? 7 ഇൻറ്റു 13. അപ്പോൾ ഇതാണ് രണ്ടിൻ്റെയും ഫാക്ടർ. ഇനി നമുക്ക് LCMും HCFും കണ്ടുപിടിക്കാം. സോ HCF ആദ്യം നോക്കാം. HCF എന്താണ്? HCF ഈ രണ്ട് ഫാക്ടറിൽ അല്ലേ, ഈ രണ്ട് ഫാക്ടറൈസേഷൻ, ഈ ഫാക്ടർ നമ്പേഴ്സിൽ കോമൺ ആയിട്ട് വരുന്ന ലീസ്റ്റ് കോമൺ ഫാക്ടറാണ് നമുക്ക് വേണ്ടത്. ആദ്യം കോമൺ ഫാക്ടർ ഏതാണ്? ഇത് രണ്ടിലും 13 ആണ്. വേറൊന്നും കോമൺ അല്ല. കോമൺ എന്ന് പറയാൻ 13 മാത്രമേ ഉള്ളൂ. ഈ 13 എന്നത് എന്താണ്? ഇതിലെ ഏറ്റവും ചെറുത്. ഈ രണ്ട് ഫാക്ടറിലും അതിൻ്റെ എക്സ്പോണൻഷ്യൽ പവർ ചെറുത് ഏതാ? രണ്ടും 1 ആണ്. സോ നമുക്ക് ജസ്റ്റ് 13 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ മേ ബി ഇപ്പോൾ 13 സ്ക്വയർ ഓർ 13 എന്നുണ്ടെങ്കിൽ നമ്മൾ 13 എടുക്കുക, 13 സ്ക്വയർ എടുക്കില്ല. ലീസ്റ്റ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ പവർ ഉള്ളതാണ് നമ്മൾ എടുക്കുക. അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് LCM. ഓക്കെ, LCM എന്ന് പറഞ്ഞാൽ എന്താണ്? LCM എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലുള്ള എല്ലാ ഫാക്ടേഴ്സും വരും. അത് കമ്പയർ ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ഹയസ്റ്റ് ആണ് എടുക്കേണ്ടത്. സോ ഇതിൽ കോമൺ എന്ന് പറയുമ്പോൾ നമുക്ക് 13 ആണ്. പക്ഷേ 13 രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ 13 തന്നെ എഴുതുന്നു. ഇൻറ്റു ബാക്കി ഏതാ വരുന്ന ഫാക്ടേഴ്സായിട്ട്? 2 ഇൻറ്റു 7. അത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്ത് വരും? 182 ആണ് വരുന്നത്. LCM 182 ആണ് LCM വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? HCFും കിട്ടി, LCMും കിട്ടി. ആദ്യത്തെ ഫൈൻഡ് ചെയ്തു നമ്മൾ, ആദ്യത്തെ സെക്ഷൻ ഓക്കെ. ദെൻ വെരിഫൈ ചെയ്യണം. ഇനി നെക്സ്റ്റ് വെരിഫിക്കേഷനാണ്. സോ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെരിഫൈ ചെയ്താൽ മാത്രം മതി. സോ ഇതിൽ LCM
LCM ഇൻറ്റു HCF. LCM ഇൻറ്റു HCF എന്താണ്? LCM എന്ന് പറഞ്ഞാൽ എന്താണ്? 182 ഇൻറ്റു 13. സോ അതിന് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2366 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് LCM HCF ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. ആ സെയിം ഫാക്ടർ ആയിരിക്കണം, സെയിം നമ്പർ ആയിരിക്കണം. എന്ത്? ഈ രണ്ട് വാല്യൂ, ഇതാണ് A, ഇതാണ് B. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നമ്പേഴ്സാണ് A and B. അപ്പോൾ A and B ചെയ്യുമ്പോഴും കിട്ടണം. A ഇൻറ്റു B ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ഇൻറ്റു 91. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2366 തന്നെ കിട്ടും. സോ ദിസ് ഈസ് വെരിഫൈഡ്. നിങ്ങൾ വേണമെങ്കിൽ LCM HCF കണ്ടുപിടിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക. സോ ഈ രണ്ട് ആൻസറും കറക്റ്റ് ആയിരിക്കും. സോ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈഡ് ആണ്. സോ വെരിഫൈഡ്. ഓക്കെ, സോ ഇതേ സെയിം പാറ്റേണിലാണ് നെക്സ്റ്റ് ഇത് A പാർട്ടാണ്. B and C ഉണ്ട്. സോ അത് നമുക്ക് നോക്കാം. ഓക്കെ, B പാർട്ട് നോക്കാം. B പാർട്ട് എന്താ? 510. സോ നമ്മൾ 10 ആണ് ഈവൺ നമ്പറിൽ നോക്കാം. കാരണം ലാസ്റ്റ് 0 ആയതുകൊണ്ട് നമുക്ക് ഈവൺ നമ്പറിൽ പോകുന്നത് കൊണ്ട് 2ൽ നോക്കാം. ആദ്യം ഫാക്ടർ ചെയ്യാം കേട്ടോ. ആദ്യം 2. സോ 2 ചെയ്യുമ്പോൾ എത്ര? 255 വരും. ദെൻ എഗെയിൻ 5ൽ ചെയ്യും. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. വേറെ ഒന്നും നോക്കണ്ട, 5ൽ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് 51. എഗെയിൻ നമുക്ക് എന്തിൽ ചെയ്യാം? 3ൽ ചെയ്യാം. 51 എന്ന് പറയുമ്പോൾ കാരണം ഈവൺ നമ്പർ പോലും. സോ നമുക്ക് 3ൽ ചെയ്യാം. നമുക്ക് 3ൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 51/3 എന്ന് പറയുമ്പോൾ 17 കിട്ടും. സോ ഇതിൻ്റെ ഫാക്ടർ, അതായത് 510ൻ്റെ ഫാക്ടേഴ്സ് 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17. ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 92ൻ്റെ ഫാക്ടേഴ്സ് കാണണം. 92 ആദ്യം 2ൽ തന്നെ ചെയ്യാം. സോ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 46 കിട്ടും. എഗെയിൻ നമുക്ക് 2ൽ ചെയ്യാൻ പറ്റും, കാരണം 46 അല്ലേ, 6 ഇത് ഈവൺ ഡിജിറ്റ് ആയതുകൊണ്ട്. സോ 23 കിട്ടും. സോ ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 92 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. സോ 2 സ്ക്വയർ ഇൻറ്റു 23. ഇതാണ് ഇതിൻ്റെ ഫാക്ടർ. സോ ഇതിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? LCMഉം HCFഉം കണ്ടുപിടിക്കണം. സോ LCM ആദ്യം നമ്മൾ HCF കണ്ടുപിടിക്കുക. എപ്പോഴും ആദ്യം HCF കണ്ടുപിടിക്കുക. അത് ഈസിയാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. HCF. സോ HCF എങ്ങനെ കാണും? നമ്മൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഏതാ? 2 കോമൺ ആണ്. ഓക്കെ, വേറെ ഒന്നും കോമൺ അല്ല. സോ ഈ 2ൽ 2 ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. നമ്മൾ ഏതെടുക്കുക? 2 സ്ക്വയർ അല്ല, 2 ആണ് നമ്മൾ എടുക്കുക. 2 ആണ് എടുക്കുന്നത്, കാരണം ലീസ്റ്റ് കോമൺ എക്സ്പൊണൻഷ്യലാണ്. സോ 2 എടുത്തു. സോ HCF എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ജസ്റ്റ് 2, അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ LCM നോക്കാം. LCM എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ നോക്കുക. കോമണിൽ ഹയസ്റ്റ് എടുക്കണം. സോ 2 സ്ക്വയർ ഞാൻ എടുത്തു. 2 സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ളത് ഏതാ? ബാക്കിയൊന്നും കോമൺ ഇല്ല. സോ ബാക്കിയുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം ഇതിൻ്റെ കൂടെ. ഇൻറ്റു 23. ഇതിലുള്ളതും ചെയ്യണം. ഇതിലുള്ള 3 ടേംസും ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്കിതെല്ലാം മൾട്ടിപ്ലൈ. 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 12 വരും. 12 ഇൻറ്റു 5 60 വരും. 16 ഇൻറ്റു 17 ആൻഡ് ഇൻറ്റു 23. സോ ഇത്രയും നമ്മൾ ഇൻറ്റു ചെയ്യണം. സോ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 1 സെക്കൻഡ്, സോറി, LCM എന്ന് പറയുമ്പോൾ നമുക്ക് 23,000 സംതിങ് കിട്ടും. ദാറ്റ് ഈസ് 23,416 നമുക്ക് കിട്ടും. ഓക്കെ, സോ HCFഉം കിട്ടി, LCMഉം കിട്ടി. ഇനി വെരിഫിക്കേഷൻ ചെയ്യാം. LCM ഇൻറ്റു HCF ചെയ്ത് നോക്കുക. LCM ഇൻറ്റു HCF. സോ നമുക്ക് ഈ രണ്ട് വാല്യൂ 2 ഇൻറ്റു 23,416 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓബിയസ്ലി എത്ര കിട്ടും? 46,920 കിട്ടും. സെയിം ഇതേ വാല്യൂ ആയിരിക്കും എന്താ? 110 ഇൻറ്റു 92. അതായത് നമ്മുടെ എയും ബിയും ഇവിടെ എന്താ? ഇതാണ് A, ഇതാണ് B. 2 നമ്പേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന 2 നമ്പേഴ്സ്. സോ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. സോ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിം 46,920 കിട്ടും. സോ ഇതാണ് ഈ ഒരു സെക്ഷൻ. സെയിം വേയിൽ തന്നെയാണ് നമ്മൾ തേർഡ് പാർട്ടും ചെയ്യുന്നത്. തേർഡ് പാർട്ട് പറയുമ്പോൾ 1 സെക്കൻഡ്,
സി പാർട്ട് എന്ന് പറയുമ്പോൾ 336 ഡിവൈഡഡ് ബൈ, അത് നമുക്ക് ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാം, ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 168. എഗെയിൻ നമ്മൾ ബൈ 2 ചെയ്യണം, ഫാക്ടർ ചെയ്യണം. സോ 84 കിട്ടും. എഗെയിൻ നമ്മൾ 2 വെച്ച് ചെയ്യും. സോ നമുക്ക് 42 കിട്ടും. ദെൻ എഗെയിൻ 3 വെച്ച് ചെയ്യാം. 42 പറയുമ്പോൾ എഗെയിൻ 2 വെച്ച് നമുക്ക് ചെയ്യാമല്ലോ. 42 പറയുമ്പോൾ എഗെയിൻ 2 വെച്ച് ചെയ്യും. സോ 2 എന്ന് പറയുമ്പോൾ 42ൻ്റെ പകുതി, ദറ്റ് ഈസ് 21. 21 എന്ന് പറയുമ്പോൾ 3 വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് 7 കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ഫാക്ടർ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 54ൻ്റെ ഫാക്ടേഴ്സ്. 54 ആദ്യം 2ൽ ചെയ്യുന്നു, നമുക്ക് 27 കിട്ടും, കാരണം 54ൻ്റെ ഹാഫ്. ദെൻ 3ൽ ചെയ്യും, സോ 9 കിട്ടും. എഗെയിൻ നമ്മൾ 3ൽ ചെയ്യും, സോ ദാറ്റ് ഈസ് 3 ടൈംസ്. 3, 9, again 3. Okay. So these are the factors. So listen, 27 by 3 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. എഗെയിൻ നമ്മൾ 3ൽ ചെയ്യും, സോ ദാറ്റ് ഈസ് 3. സോ ഇതിൻ്റെ ഫാക്ടേഴ്സ്, നമുക്ക് ഫാക്ടേഴ്സ് ആദ്യം എഴുതാം എപ്പോഴും. 336ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2 എത്രയുണ്ട്? 1, 2, 3, 4 ടൈംസ്. സോ 2 raised to 4 into 7. ഇതാണ് ഫാക്ടറായിട്ട് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം. ദെൻ 54ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 2 into 3 ക്യൂബ്. സോ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ LCM HCF കാണണം. LCM ആൻഡ് HCF എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പയർ ചെയ്യും, ജസ്റ്റ് കമ്പയർ ചെയ്യും. HCF കമ്പയർ ചെയ്യുമ്പോൾ ഏതാ? ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇത് ഓൺലി 2 ആണ് ഇതിൽ കോമൺ ആയിട്ടുള്ളത്. ലീസ്റ്റ് ആയിട്ട് വരുന്നത് എന്താ? ജസ്റ്റ് 2 അല്ലേ? സോറി ഇവിടെ ഒരു 3 കൂടി ഉണ്ടേ, നമ്മളിത് 3 വിട്ടുപോയി, കണ്ടോ? ഇതിൽ വരുമ്പോൾ 3 into 7 ആണ്. സോ 3 കൂടി എഴുതണം. സോ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റു 3, ഇവിടെ ഒരു 3 കൂടി ഉണ്ട്. സോ ആ 3 നമുക്ക് കോമൺ ഫാക്ടറാണ്. സോ 2 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 2 മാത്രം നമ്മൾ എഴുതുന്നു, കാരണം ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് 2 ആണ്. ദെൻ 3ൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്? 3 നമുക്ക് കോമൺ, രണ്ടിലും ഉണ്ട് 3. സോ 3 കമ്പയർ ചെയ്യുമ്പോൾ ലീസ്റ്റ് എന്നുള്ളത് 3 raised to 1 ആണ്. സോ 3. സോ ദാറ്റ് ഈസ് 6. HCF നമുക്ക് കിട്ടി. ഇനി LCM എന്ന് പറയുമ്പോൾ എന്താണ്? LCM എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ഇത് രണ്ട് ആദ്യം കോമൺ ഫാക്ടർ കമ്പയർ ചെയ്യുക, അതിൽ ഏറ്റവും ഹയസ്റ്റ് ചെയ്താൽ. സോ 2 raised to 4 into 3 കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 raised to 3 എഴുതും, കാരണം അതാണ് ഹയസ്റ്റ് കോമൺ. ദെൻ ഇൻറ്റു 7, ബാക്കിയുള്ളത് 7 ആണ്. സോ 7 അതേപോലെ എഴുതുക. സോ ഇത് മൂന്നും, അതായത് 2 raised to 4, അതായത് 2 into 2 into 2 into 2, അതാണ് 2 raised to 4. സോ 2 raised to 4 നമ്മൾ ചെയ്യും, ഇൻറ്റു 3 ക്യൂബ്, 3 into 3 into 3 into 7, അത്രയും നമ്മൾ ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3024 ആണ്. ഓക്കെ, സോ HCF കിട്ടി, LCM കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് വെരിഫൈ ചെയ്യണം. LCM ഇൻറ്റു HCF ദാറ്റ് ഈസ് ഈക്വൽ ടു 6 into 3024 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 18,144. 80,144. അറ്റ് ദ സെയിം വേ A into B, ഇതാണ് A, അത് തന്നിരിക്കുന്ന നമ്പേഴ്സാണ് Aയും B. സോ 336 into 54 ചെയ്താലും നമുക്ക് 18,144 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. സോ ദാറ്റ് ഈസ് വെരിഫൈ. ഇങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത്. LCM ഇമ്പോർട്ടൻ്റ് ആണ്, HCF ഇമ്പോർട്ടൻ്റ് ആണ്, ഫാക്ടറൈസേഷൻ, ഇതെല്ലാത്തിനും ഫസ്റ്റ് ഫാക്ടറൈസേഷൻ അറിഞ്ഞിരിക്കണം. അത് കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ LCM ഇൻറ്റു HCF ഈക്വൽ ടു A ഇൻറ്റു B, അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഓരോ ക്ലാസ് ആയിട്ട് ഇത് എടുക്കുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, നന്നായി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. സോ ചാനൽ ഇഷ്ടപ്പെട്ടവർ, വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ.